ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വാർത്തകൾ. ആരോഗ്യ കേരളം നാഷണൽ ഹെൽത്ത് മിഷനിൽ ഒഴിവ്, 1.5 ലക്ഷം രൂപ ശമ്പളം. ആരോഗ്യ കേരളം നാഷണൽ ഹെൽത്ത് മിഷൻ ടെക്നിക്കൽ കൺസൾട്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിലുള്ള ഒരു ഒഴിവ് നികത്താനാണ് തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ മലപ്പുറം ജില്ലയിലായിരിക്കും നിയമിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 5 ആണ്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുക. 2025 ജനുവരി 1 60 വയസ്സ് കഴിയാത്തവർക്ക് അപേക്ഷ സമർപ്പിക്കാം. യോഗ്യത MBBS. കൂടാതെ കമ്മ്യൂണിറ്റി മെഡിസിൻ, MD, MPH, DPH എന്നീ മേഖലയിൽ സർക്കാർ അല്ലെങ്കിൽ വികസന ഏജൻസികളിൽ കുറഞ്ഞത് 5 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. 250 രൂപയാണ് അപേക്ഷാ ഫീസ്. ICICI ബാങ്കിലെ ബ്രാഞ്ച് MG റോഡ്, തിരുവനന്തപുരം. അക്കൗണ്ട് നമ്പർ 622621086917. IFSC കോഡ് ICIC 00006262 എന്നിവയിൽ സ്റ്റേറ്റ് പ്രോഗ്രാം മാനേജർ, അഡ്മിൻ ആൻഡ് ട്രെയിനിങ് എന്ന പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കണം. ഓൺലൈൻ പോർട്ടലിൽ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ രസീത് അല്ലെങ്കിൽ കൗണ്ടർ ഫോയിൽ അപേക്ഷയിൽ അറ്റാച്ച് ചെയ്തിരിക്കണം. ഡിമാൻഡ് ഡ്രാഫ്റ്റ് സ്വീകരിക്കില്ല. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, എഴുത്തുപരീക്ഷ, വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അർഹരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 1.5 ലക്ഷം രൂപ ശമ്പളം ലഭിക്കും. മാത്രമല്ല, കേരളത്തിനുള്ളിൽ അംഗീകൃത ജില്ലകൾ കടന്നുള്ള യാത്രയ്ക്ക് 30,000 രൂപ ഗതാഗത ചെലവിനായും അനുവദിക്കും. അപേക്ഷിക്കേണ്ട വിധം: www.arogyakeralam.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ കരിയർ എന്നതിൽ ടെക്നിക്കൽ കൺസൾട്ടന്റ് ജോബ് നോട്ടിഫിക്കേഷൻ കണ്ടെത്തി ക്ലിക്ക് ചെയ്യുക. ഔദ്യോഗിക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. മുഴുവൻ നോട്ടിഫിക്കേഷനും ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കുക. നിങ്ങളുടെ യോഗ്യത മാനദണ്ഡങ്ങൾ പരിശോധിക്കുക. ഓൺലൈൻ അപേക്ഷ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിച്ച് ആവശ്യമായ അപേക്ഷ തെറ്റുകളില്ലാതെ പൂരിപ്പിക്കുക. ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത വിവരങ്ങൾ പരിശോധിച്ചതിനു ശേഷം അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷാ ഫീസ് അടയ്ക്കുക. അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.